നമുക്ക് ഇവിടെ നിന്ന് തന്നെ 2 MLA-മാരുണ്ട്. നമ്മുടെ പ്രിയങ്കരനായ സഖാവ് KK വത്സരാജ്, അദ്ദേഹം കയ്പമംഗലത്ത് MLA ആണെങ്കിൽ ഇവിടുന്നുള്ള ആളാണ്. ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുരുവായൂരിന്റെ മധുരം ഇരട്ടിപ്പിച്ച ഒന്നാണ് നാട്ടുകാരനായ KK വത്സരാജ് കയ്പമംഗലത്ത് നിന്നും വിജയിച്ച് നിയമസഭയിലെത്തുന്നത്. ഗുരുവായൂർ മേഖലയിലെ ആദ്യകാല കമ്മ്യൂണിസ്റ്റുകളിൽ ഒരാളും ട്രേഡ് യൂണിയൻ നേതാവുമായ KP കേശവന്റെ മകനായി ജനിച്ച് AISF-ലൂടെ വളർന്ന് സമരങ്ങളുടെയും പോരാട്ടങ്ങളുടെയും വഴികളിലൂടെ സഞ്ചരിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന നേതൃതലത്തിലേക്ക് ഉയർന്ന വ്യക്തിത്വമാണ് വത്സരാജിൻ്റേത്. ആഞ്ഞടിച്ച UDF തരംഗത്തിലും കയ്പമംഗലത്തെ ചുവപ്പ് കോട്ട നല്ല ഭൂരിപക്ഷത്തോടെ ഇദ്ദേഹം നിലനിർത്തി. നേരത്തെ CPI-യുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന വത്സരാജ് ഇപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. ഒരുമനിയൂർ ഇസ്ലാമിക് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയായ ഭാര്യ രജനിയും മക്കളായ അതുൽ വത്സരാജും അനൂപ് വത്സരാജും മരുമകൻ ലക്ഷ്മിയും അടങ്ങുന്നതാണ് വത്സരാജിൻ്റെ കുടുംബം. ഗുരുവായൂർ നഗരസഭ വൈസ് ചെയർമാൻ KK ജ്യോതിരാജ് സഹോദരനാണ്. ചേട്ടാ നമസ്കാരം. ഓക്കെ, നമസ്കാരം. ആദ്യമായിട്ട് അഭിനന്ദനങ്ങൾ. ഓക്കെ, താങ്ക് യു. നമ്മുടെ ഗുരുവായൂരിൽ നിന്ന് ഒരു 3 MLA-മാരെയാണ് ഇത്തവണ കിട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച NK അക്ബർ സ്വീകരണ യോഗത്തിൽ പറയേണ്ടായി, നിങ്ങൾക്ക് 3 MLA-മാരുണ്ട്, തിരഞ്ഞെടുക്കപ്പെട്ട ഞാനാണ്, മറ്റൊന്ന് ഇരിങ്ങപ്പുറത്തായിരുന്നു വേദി. അപ്പോൾ പറഞ്ഞു, മറ്റൊന്ന് നിങ്ങളുടെ നാട്ടുകാരനായിട്ടുള്ള വത്സരാജാണ്, മറ്റൊന്ന് ഗീതാഗോപിയാണ്. ഇങ്ങനെ 3 MLA-മാർ ഗുരുവായൂരുകാരായിട്ട് നിയമസഭയിൽ വരുന്നുവെന്ന് അദ്ദേഹം വളരെ സന്തോഷപൂർവ്വം പറയേണ്ടായി. ഗുരുവായൂരിനും സന്തോഷമുണ്ട്, കാരണം 3 പേരെ കിട്ടുന്നു. അതും പ്രത്യേകിച്ച് CPI-യുടെ രാഷ്ട്രീയത്തിലെ വളരെ ഉന്നത സ്ഥാനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള KK വത്സരാജാണ് കയ്പമംഗലത്തിൻ്റെ MLA ആയിട്ടുള്ള ഗുരുവായൂരുകാരെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. എങ്ങനെയാണ് പുതിയ ഈ സ്ഥാനലബ്ധിയെ കാണുന്നത്? ഇത് പാർട്ടി നിയോഗിക്കുന്ന മറ്റൊരു ചുമതല എന്നുള്ള രീതിയിലാണ് ഞാൻ എടുക്കുന്നത്. നേരത്തെ ചെയ്തിരുന്നത് മുഴുവൻ ഞാൻ പാർട്ടിയുമായി അതിൻ്റെ സംഘടനാ വർക്കുകളും അതുമായി ബന്ധപ്പെട്ട ചുമതലകളായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഞാനൊരു 17 വർഷക്കാലം ജില്ലാ അസിസ്റ്റൻറ്റ് സെക്രട്ടറി ആയിരുന്നു. പിന്നെ 11 വർഷം ജില്ലാ സെക്രട്ടറി ആയിരുന്നു. 28 വർഷം പാർട്ടിയുടെ ജില്ലാ ഹെഡ് ക്വാർട്ടേഴ്സിൽ സംഘടനാ വർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് വർക്ക് ചെയ്യായിരുന്നു. തൃശ്ശൂർ ജില്ലയിലെ എല്ലാ പ്രദേശങ്ങളിലും അതിൻ്റെ ഭാഗമായിട്ട് സഞ്ചരിക്കാനും സംഘടനാ പ്രവർത്തനം നടത്താനും പൊതുവിഷയങ്ങളിൽ ഇടപെടാനൊക്കെ ഉള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. സമ്മേളനം ഇപ്പോൾ ഞാൻ ഒഴിഞ്ഞതിന് ശേഷം പാർട്ടി മറ്റൊരു ചുമതല എന്നെ ഏൽപ്പിച്ചു. അതാണ് പാർട്ടിയുടെ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് എക്സിക്യൂട്ടീവിലൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു അതിലൊക്കെ ഉള്ളൊരു എക്സ്പീരിയൻസ് നമുക്ക് തീർച്ചയായിട്ടും ഈ പുതിയ ഒരു ചുമതലയിലും സഹായകരാകുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇതൊരു മറ്റൊരു മേഖലയാണ്. ഇത് കേവലം ഒരു പാർട്ടി ഓർഗനൈസേഷൻ മാത്രമല്ലല്ലോ, ഒരു ബഹുജനങ്ങളുടെ ലീഡറായിട്ടാണ് വരുന്നത്. അപ്പോൾ വളരെ വ്യത്യസ്ത വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളുടെ പ്രശ്നങ്ങൾ നമ്മൾ കേൾക്കേണ്ടി വരും. അതിന് നമ്മളാൽ കഴിയുന്ന രീതിയിൽ അവരെ സഹായിക്കുന്ന രീതി ഉണ്ടാവണം. അത് എനിക്ക് തോന്നുന്നു അത് പ്രയാസരഹിതമായി തന്നെ നിർവഹിക്കാൻ കഴിയുന്നതാണ് എൻ്റെ ഒരു തോന്നൽ. അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന് തുടക്കം ഇരിങ്ങപ്പുറമാണ്, അല്ലെങ്കിൽ ഗുരുവായൂർ നഗരസഭയുടെ ഭാഗത്തു നിന്നാണ് രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുന്നത്. പ്രത്യേകിച്ചും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയിട്ട് സ്വയം സമർപ്പിച്ച് ജീവിച്ച KP കേശവൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ മകൻ എന്നുള്ളൊരു മേൽവിലാസം കൂടി ഉണ്ട്. എങ്ങനെയാണ് ഈ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ തുടക്കം, ഗുരുവായൂരിൽ നിന്നുള്ള രാഷ്ട്രീയ ജീവിതത്തിൻ്റെ തുടക്കത്തെ എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? തുടക്കം എന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടിക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ പൊളിറ്റിക്സിൽ സജീവമായി നിൽക്കുന്ന സമയമാണ്, വിശേഷിച്ച് ട്രേഡ് യൂണിയൻ മേഖലയിൽ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ സാധാരണഗതിയിൽ അന്ന് നമ്മുടെ പ്രാദേശികമായിട്ടുള്ള ലീഡേഴ്സും അതുപോലെ തന്നെ തൊഴിലാളികളും അവർക്ക് സ്ഥിരമായി വരികയും അവരുടെ പ്രശ്നങ്ങൾ അച്ഛൻ കേൾക്കണതും അതിന് പരിഹാരം പറയുന്നതും അതൊക്കെ ഞങ്ങളുടെ കുട്ടിക്കാലത്തൊരു വലിയ അനുഭവമായിരുന്നു. അവിടെ നിന്നാണ് ഇതിനെ പൊളിറ്റിക്സിനെ സംബന്ധിച്ച് നമുക്ക് അന്നൊന്നും ഇപ്പോൾ അത്ര ഗൗരവമായിട്ടുള്ള പൊളിറ്റിക്സ് ഒന്നുമല്ല, എന്നാലും പൊതുരംഗത്ത് നിൽക്കാൻ അന്ന് അച്ഛൻ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറായിരുന്നു, വൈസ് പ്രസിഡന്റ് ആയിരുന്നു പഞ്ചായത്തിൻ്റെ. അപ്പോൾ ബഹുജന പ്രശ്നങ്ങളും മറ്റൊക്കെ ആ വിഷയങ്ങളും പരിഹരിക്കാൻ വേണ്ടി ആളുകൾ വരുന്നതും അതിലിടപെടുന്നതൊക്കെ കണ്ടുകൊണ്ടാണ് ഞങ്ങളുടെ കുട്ടിക്കാലം. പിന്നെ ഞാൻ സ്കൂൾ ജീവിതം കഴിഞ്ഞ് കോളേജിൽ എത്തിയതിന് ശേഷമാണ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലേക്കൊക്കെ വരുന്നത്. AISF-ൻ്റെ സംഘടനാ പ്രവർത്തനത്തിലേക്ക് വരുന്നത് ശ്രീകൃഷ്ണ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന ഘട്ടം മുതലാണ്. അപ്പോൾ അതിന് അച്ഛൻ്റെ ഈ പ്രവർത്തനവും രാഷ്ട്രീയവും നല്ലതുപോലെ സ്വാധീനിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഒരു ലൈനിൽ വരുന്നതിന് ഇടയാക്കിയത്.
ഈ ഇതിനിടയിൽ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോൾ ഒരു പ്രതിപക്ഷ MLA ആയിട്ടാണ് വരുന്നത്, ഭരണം നഷ്ടപ്പെടുന്നു. അതോടൊപ്പം തന്നെ CPIക്ക് പ്രത്യേകിച്ചും തൃശ്ശൂരിൽ 2 സീറ്റുകൾ നഷ്ടപ്പെടുന്നു. തൃശ്ശൂർ നഷ്ടപ്പെടുന്നു, കൊടുങ്ങല്ലൂർ നഷ്ടപ്പെടുന്നു. CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എന്ന നിലയ്ക്ക് കൂടി എങ്ങനെയാണ് ഈ ചില സീറ്റുകളിലുണ്ടായിട്ടുള്ള ഈ ചില പരാജയങ്ങൾ വിലയിരുത്തുന്നത്? പരാജയം കേരളത്തിൽ മൊത്തം നടന്ന പരാജയത്തെ വിലയിരുത്തിക്കൊണ്ടേ ഓരോ മണ്ഡലത്തിൻ്റെയും പരാജയത്തെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. പൊതുവിൽ LDFന് എതിരായിട്ടുള്ളൊരു ട്രെൻഡ് കേരളത്തിലുണ്ടായി. ഗവൺമെൻറ്റിന് എതിരായിട്ടുള്ള വികാരമാണോ അതല്ല എന്താണ് ജനങ്ങളെ സ്വാധീനിച്ചിട്ടുള്ളത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഗവൺമെൻറ്റിനെതിരെ അങ്ങനെ ഒരു വലിയ പ്രതിഷേധം ഉള്ളതായിട്ട് പൊതുവിൽ തോന്നിയിരുന്നില്ല. ബാക്കി എന്തൊക്കെ ഘടകങ്ങളാണ് അതിനെ സ്വാധീനിച്ചിട്ട് എന്നുള്ളത് വിവിധ തലങ്ങളിൽ ചർച്ച ചെയ്ത് കണ്ടെത്തുമ്പോഴാണ് പറയാൻ പറ്റുക. പ്രാഥമികമായിട്ടുള്ളൊരു ആലോചന ഞങ്ങൾ നടത്തി, സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് എക്സിക്യൂട്ടീവ്. അതിനുശേഷം ഇപ്പോൾ എല്ലാ കീഴ്ഘടകങ്ങളും യോഗം ചേർന്ന് ഇപ്പോൾ അവസാനം ജൂൺ മാസം 8, 9, 10, 15 തീയതിയിൽ ഞങ്ങളുടെ സ്റ്റേറ്റ് തലത്തിലുള്ള കമ്മിറ്റികൾ ചേരുന്നുണ്ട്. ആ കമ്മിറ്റികൾ കൂടി ചേർന്ന് കഴിയുമ്പോൾ ഒരു ഏകദേശ ധാരണ ഉണ്ടാവും. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ലെഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുമ്പും വലിയ പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തെരഞ്ഞെടുപ്പിലെ പരാജയം സംഘടനയെ ആകെ ഇല്ലാതാക്കുന്ന ഒരു പ്രശ്നമൊന്നുമില്ല. എന്താണെന്ന് മനസ്സിലാക്കി തിരുത്തി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ കഴിയുന്ന കാര്യമുള്ളതെന്നാണ് ഞങ്ങളുടെ ഒരു കണക്കുകൂട്ടൽ. പിന്നെ തൃശ്ശൂരിൽ സാമാന്യം കേരളത്തിലെ ഏറ്റവും കൂടുതൽ LDF പിടിച്ചു നിന്ന ഒരു ജില്ല തൃശ്ശൂർ ജില്ലയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ മണ്ഡലം അങ്ങനെ ഒരു LDF മണ്ഡലം ആയിരുന്നില്ല. അത് 2 ഘട്ടങ്ങളിൽ തുടർച്ചയായിട്ട് ഞങ്ങൾക്ക് ജയിക്കാൻ പറ്റി. VS സുനിൽകുമാർ ഒരു ഘട്ടം, പിന്നെ ഒന്ന് P ബാലചന്ദ്രൻ. ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ ചേഞ്ച് വന്നാൽ അത് പരാജയപ്പെടാൻ ഇടയുള്ളൊരു മണ്ഡലമാണ്. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ പരാജയം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നേരത്തെ സ്മെല്ല് ചെയ്ത് തരുന്നൊരു കാര്യം. പക്ഷേ കൊടുങ്ങല്ലൂർ അങ്ങനെ ആയിരുന്നില്ല. കൊടുങ്ങല്ലൂർ നമുക്ക് ജയിക്കാമായിരുന്നു. അപ്പോൾ അതെന്തുകൊണ്ടാണ് സംഭവിച്ചതെന്നുള്ളത് കൂടി പരിശോധിച്ചാലാണ് CPIയെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ ജില്ലയിലെ സീറ്റുകളെ കുറിച്ച് പറയാൻ പറ്റുക. പിന്നെ സ്റ്റേറ്റിൽ മൊത്തം എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ജയിക്കാവുന്ന 2-3 മണ്ഡലങ്ങൾ ചെറിയ വോട്ടിൻ്റെ വ്യത്യാസമാണ് തോന്നുന്നത്. വൈക്കം, ചാത്തന്നൂർ, ചിഞ്ചുറാണി മത്സരിച്ച മണ്ഡലം. ഈ 4 മണ്ഡലങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പരാജയപ്പെടേണ്ട കാര്യമില്ല. രാഷ്ട്രീയ സാഹചര്യം എതിരായാൽ പോലും ജയിച്ച് നിൽക്കാവുന്നൊരു സ്ഥലങ്ങളാണ്. അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളത് ഈ റിവ്യൂവിൻ്റെ അടിസ്ഥാനത്തിലേ നമുക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ. ഇപ്പോൾ അങ്ങൊരു MLA വരെ എത്തിയിരിക്കുന്നു, പാർട്ടിയുടെ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിയിരിക്കുന്നു. തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിലെ ഒരു സപ്പോർട്ടേറ്റീവായിട്ടുള്ള ഒരു കുടുംബം ഉണ്ടായിരിക്കും. എന്താണ് കുടുംബം അങ്ങേക്ക് തന്ന പിന്തുണ? ടീച്ചറെ ആ ജോലി തിരക്കിനൊക്കെയിടയിലും അങ്ങേ അല്ല, കുടുംബം എന്ന് പറഞ്ഞാൽ ഞാൻ വിവാഹം കഴിക്കുമ്പോൾ തന്നെ അവർക്കറിയാം ഞാൻ ഫുൾ ടൈം പൊളിറ്റീഷ്യനാണെന്ന്. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് വിവാഹം നടന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ എല്ലാ പ്രയാസങ്ങളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവർക്ക് ബോധ്യമുള്ളത് കൊണ്ട് വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് എനിക്ക് നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ഒരു കരുത്താണ്. നമുക്ക് ഇപ്പോൾ ഇതിനെ കൃത്യമായ ഒരു ജോലി പോലെ സമയനിഷ്ഠയൊന്നുമില്ലല്ലോ. രാവിലെ ചിലപ്പോൾ നേരത്തെ പോകും, ചിലപ്പോൾ രാത്രി എപ്പോഴാണ് വരിക എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. വൈഫിനായാലും മക്കൾക്കായാലും അത് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് വേറെ കുടുംബപരമായിട്ടുള്ള ഒരു പ്രയാസം എനിക്ക് ഉണ്ടായിട്ടില്ല. ടീച്ചർ ഇപ്പോൾ ഒരുമനൂർ ഇസ്ലാമിക് സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. മക്കൾ എൻ്റെ മൂത്തവൻ ഗൾഫിലാണ്, അബുദാബിയിലാണ്. അവൻ മാരേജ് കഴിഞ്ഞു. അവൻ്റെ ഭാര്യയും അവിടെയാണ്. അവർ രണ്ടാളും. രണ്ടാമത്തെ ആൾ ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ട് മറ്റേ PSC കോച്ചിങ് പോയിക്കൊണ്ടിരിക്കുക. ഈ എത്ര വലിയ മണ്ഡലങ്ങളിലേക്ക് പോകുമ്പോഴും ഗുരുവായൂരിലെ കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ ഉണ്ടായിരുന്നു. ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോൾ, സംസ്ഥാന സെക്രട്ടറി അംഗമായിരിക്കുമ്പോഴും പലപ്പോഴും ഗുരുവായൂരത്തെ പല പരിപാടികൾക്കും ഇപ്പോൾ ഞാനൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ വരുമ്പോൾ കാണാം മത്സരട്ടൻ ഇവിടുത്തെ ഒരു സാന്നിധ്യമാണ്. ഈ MLA ആയിക്കഴിഞ്ഞാലും ഈ ഗുരുവായൂരിൻ്റെ കാര്യങ്ങളിലുള്ള ഒരു ശ്രദ്ധ ഇതേപോലെ തുടരും എന്ന് പ്രതീക്ഷിച്ചുകൂടെ? അതിൽ വെച്ച് MLA എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ഒരു ജനങ്ങളുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മണ്ഡലത്തിലെ ഒരു ആളെന്ന രീതിയിൽ എല്ലാ വിഷയങ്ങളിലും എല്ലാ തലങ്ങളിലും അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരാളായിരിക്കണം MLA എന്നുള്ളൊരു രീതിയുണ്ട്. പഴയ മാതിരിയല്ല. പണ്ടൊക്കെ നിയമനിർമ്മാണ സഭയിൽ ഇദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എന്താണെന്നൊക്കെയാണ് ആളുകൾ നോക്കിയിരുന്നത്. അവിടെ നിയമം നിർമ്മിക്കുന്നിടത്തും പിന്നെ ജനകീയ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നിടത്തൊക്കെ എത്രത്തോളം
ഇവർ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെയായിരുന്നു മുൻകാലങ്ങളിലെ ഒരു ജനപ്രതിനിധിനെ, വിശേഷിച്ച് നിയമനിർമ്മാണ സഭകളിലെ പ്രതിനിധികളെ കണ്ടിരുന്നത്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ഓരോ മനുഷ്യൻ്റെയും കുടുംബത്തിൻ്റെയും പ്രശ്നങ്ങളിലും സന്തോഷത്തിലും സങ്കടത്തിലും ഒക്കെ സാന്നിധ്യമാകുന്ന ഒരാളാണ് MLA എന്നാണ് അവരുടെ സങ്കല്പം. അത് നമുക്ക് പെട്ടെന്നില്ലാതാക്കാനൊന്നും പറ്റില്ല. അത് ഇപ്പോൾ ഗ്രാജുവലി ഉണ്ടായി വന്ന ഒരു പ്രവണതയാണ്. പിന്നെ വികസന കാര്യങ്ങൾ ഒക്കെ ചെയ്യേണ്ടത് MLA ആണെന്നുള്ളൊരു തോന്നലാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ സാന്നിധ്യം കൂടുതൽ ഞാൻ ജയിച്ച മണ്ഡലത്തിൽ ഉണ്ടാവണം. അപ്പോൾ അത് ഞാൻ പരമാവധി ഉണ്ടാവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അവിടെ ഇപ്പോൾ ഓഫീസ് വരാൻ പോകുന്നുണ്ട്. ഞാൻ അവിടെ തന്നെ കുറേ സമയം ചിലവഴിക്കാൻ കഴിയുന്ന രീതിയിലൊരു ഒരു ഫ്ലാറ്റൊക്കെ അറേഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഫാമിലിയൊക്കെ ഒരുമിച്ച് പോകാൻ പറ്റില്ല, അവൾ ഇവിടെ ജോലി ചെയ്യുന്നത് കൊണ്ട്. പക്ഷേ എനിക്ക് സിംഗിളാണെങ്കിലും അവിടെ നിൽക്കേണ്ടി വരും കുറച്ചൊക്കെ സമയം. പിന്നെ ഞാൻ ജീവിക്കുന്ന സ്ഥലം എന്നുള്ളത് കൊണ്ടും ഗുരുവായൂരിലെ സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലത്തിലൊക്കെ എനിക്ക് ധാരാളം ബന്ധങ്ങളും ആളുകളായിട്ടുള്ള ബന്ധങ്ങളും അടുപ്പങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഗുരുവായൂരിൻ്റെ കാര്യത്തിൽ പൊതുവിഷയം വന്നാൽ അതിൽ സപ്പോർട്ട് ചെയ്യാനും സഹായിക്കാനൊക്കെ ഞാൻ ഉണ്ടാവും. അത്രേ എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റും. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. പ്രത്യേകിച്ച് സന്തോഷമുണ്ട്, എൻ്റെ ഒരു അയൽവാസിയായിട്ടുള്ള MLA വരുന്നു എന്ന് പറയുന്ന ഒരു സന്തോഷമുണ്ട്. താങ്ക് യു.